ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. സന്ദേശ റാലിയുടെ ഫ്ളാഗ് ഓഫ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബിജുനാഥ് KG നിർവഹിച്ചു. ആളിപ്പടരുന്ന തീനാളം പോലെ ലഹരി മനുഷ്യജീവിതത്തിൽ ആഞ്ഞടിക്കുകയാണ്. അത് തടയുവാനാണ് ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിലെ റെസിഡൻസ് അസോസിയേഷനുകളായ മാക്കനായി സെൻട്രൽ, സ്നേഹതീരം, താന്നിപ്പാടം എന്നിവ സംയുക്തമായി ലഹരി വിരുദ്ധ സന്ദേശ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. താന്നിപ്പാടം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച സന്ദേശ റാലിയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം പറവൂർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബിജുനാഥ് KG നിർവഹിച്ചു. തുടർന്ന് താന്നിപ്പാടം മസ്ജിദിന്റെ എതിർവശത്തെ ഗ്രൗണ്ടിൽ നടന്ന പൊതുസമ്മേളനം പറവൂർ താലൂക്ക് റെസിഡൻസ് അസോസിയേഷൻ അപ്പെക്സ് കൗൺസിൽ പ്രസിഡന്റ് S. രാജൻ ഉദ്ഘാടനം ചെയ്തു. ലഹരിയിലേക്ക് കുട്ടികൾ എത്തുന്നതിന്റെ കാരണം എന്താണ്? വളരെ ലളിതമായിട്ട് അദ്ദേഹം ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു വാക്കാണ്, പക്ഷെ ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. വളർത്തുദോഷം എന്ന് പറയും. വളർത്തുദോഷം. അപ്പോൾ നമുക്കതൊക്കെ ഇഷ്ടപ്പെടില്ല അല്ലേ? ഞങ്ങളൊക്കെ പിള്ളേരെ എല്ലാ കാര്യങ്ങളും നോക്കിയാണ് വളർന്നത് അല്ലേ? ഇപ്പോഴത്തെ മാതാപിതാക്കന്മാരുടെ ഒരു കുഴപ്പം, കുട്ടികളുടെ ആവശ്യങ്ങളെ അല്ല സാധിക്കുക, ആഗ്രഹങ്ങളെ മുഴുവൻ സാധിക്കുകയാണ്. ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വേർതിരിക്കുവാൻ നമുക്ക് പറ്റുന്നില്ല. തൽഫലമായി കുട്ടികളിൽ സ്വാഭാവികമായിട്ടും മൂല്യബോധവും അതുപോലെ തന്നെ സാമൂഹ്യബോധവും ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. കുട്ടികളെ അടച്ചിട്ട മുറികളിൽ മൊബൈൽ ഫോണും കൊടുത്ത് അവരെ തടവറയിലാക്കിയിരിക്കുകയാണ്. വലിയ പ്രശ്നമാണ്. സമ്മേളനത്തിന് ചിറ്റാറ്റുകര 7-ാം വാർഡ് മെമ്പർ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. മാക്കനായി റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി മീഡിയൻ നൈന സ്വാഗതമർപ്പിച്ച ചടങ്ങുകൾക്ക് മുജീബ് നന്ദി അർപ്പിച്ചു. ലക്ഷ്മി കോളേജ് പ്രിൻസിപ്പൽ MV ജോസ് മുഖ്യപ്രഭാഷണം നടത്തിയ സമ്മേളനത്തിൽ മാക്കനായി സെൻട്രൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രവീന്ദ്രൻ മാസ്റ്റർ, സ്നേഹതീരം പ്രസിഡന്റ് വേണുഗോപാൽ, താന്നിപ്പാടം പ്രസിഡന്റ് സഗീർ, മാക്കനായി പ്രസിഡന്റ് പ്രദീപ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.